ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നതായി എല്ലാ സൂചനകളും എല്ലാ പ്രദേശങ്ങളിലും ഒരു ആവേശത്തോടെ തന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. തീർച്ചയായും തവണ വീണ്ടും ഇടതുപക്ഷ ഗവൺമെൻറ് മാറ്റമുണ്ടാകും. ഒരു മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കണമെന്ന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇന്നേ വരെ നമ്മുടെ പ്രവർത്തനങ്ങളിലും വോട്ടിംഗ് മെഷീൻ തകരാറായിരുന്നു തുടങ്ങിയ വാർത്ത വരുന്നുണ്ട് രാവിലെ തന്നെ. സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ, എല്ലാ തവണയും ഉണ്ടാവുന്ന പെട്ടെന്ന് തന്നെ മാറ്റാനും ഒക്കെ തന്നെ സംവിധാനം ഉണ്ടാവുമല്ലോ. അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ 5 മണിക്ക് മുമ്പ് തന്നെ ഒറ്റമിട്ട വോട്ടർമാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നു. ഇതിപ്പോൾ ഈ SIR കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ പോളിംഗ് ആയതുകൊണ്ട് തന്നെ മലപ്പുറമുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ പോളിംഗ് ഉണ്ടാകാൻ സാധിക്കും. പക്ഷേ ഇതിൽ വരുന്നൊരു പ്രശ്നം പ്രവാസികളായ വോട്ടർമാർക്ക് കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അതിൻ്റെ ഒരു പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് മലപ്പുറം ജില്ലയിൽ നല്ല രീതിയിൽ അതിന് വലിയ സാധ്യതയുണ്ട്. കാരണം കൂടുതൽ പ്രവാസികളും തിരുവനന്തപുരമാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പ്രവാസികളുടെ കുറവ് ഒരു 10 മുതൽ 10% അല്ലെങ്കിൽ 10% വരുന്ന വോട്ടിങ്ങിന് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നേരത്തെ വന്ന ആളുകളാണ് പ്രവാസികളായിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, തിരൂരിൽ ജനങ്ങളുടെ പ്രതിഷേധം വർഷങ്ങളായി തിരൂരിൻ്റെ പിന്നോക്ക് പോക്കുള്ള പ്രതിഷേധം അത് രേഖപ്പെടുത്തും. കേരളത്തിൽ പൊതുവെ പ്രതിപക്ഷ പാർട്ടികളുടെ തെറ്റായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ നയപരമായ ഒരു കാര്യമോ അല്ല അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വികസന കാര്യം തന്നെ ചർച്ച ചെയ്യാൻ പോലും ഇപ്പോൾ തയ്യാറായി. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ രാഷ്ട്രീയം ആയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇവരാരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. നമ്മളെവിടെയും കണ്ടു വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോകാനാണ് പ്രതിപക്ഷ കക്ഷികൾ കേരളത്തിൽ. അത് വലിയ തിരിച്ചടിയാണ്. പക്ഷേ തിരൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ അപവാദ പ്രചരണങ്ങൾ കള്ളപ്രചരണങ്ങൾ വലിയ രീതിയിൽ നടന്നു. അത് തന്നെ ഒരു ട്രെയിൻഡ് ഗ്രൂപ്പ് പരിശീലനം ലഭിച്ച ഗ്രൂപ്പുമായിരിയാണ് അവർ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ജനങ്ങൾ അംഗീകരിക്കും. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ നാടിൻ്റെ വികസനം, ഞങ്ങളുടെ നാടിൻ്റെ ക്ഷേമപ്രവർത്തനം അത് ഏറ്റവും നല്ല രീതിയിൽ നടക്കണമെന്നാണ്. തീർച്ചയായും അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം